ഹലോ നമസ്കാരം. PSC ഫോർസെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 2024 നടന്ന സെക്യൂരിറ്റി ഗാർഡ് പിയൂൺ LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ AO ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്ന പ്രസ്താവനയാണ്. ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, കർഷകരുടെ ദുരിതങ്ങൾ. 2, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. 3, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഈ 4ഉം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങളായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യ സെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യ സെൻ. 1930 ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ കലാപത്തെ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ഈ 4 പ്രസ്താവനകളും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. ഒന്നാമത്തത്, കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 16. നിവർത്തന പ്രക്ഷോഭം 1932. മലയാളി മെമ്മോറിയൽ 1891. ഗുരുവായൂർ സത്യാഗ്രഹം 1931. അപ്പോൾ ആദ്യം കുണ്ടറ വിളംബരം, രണ്ടാമത്തത് മലയാളി മെമ്മോറിയൽ, മൂന്നാമത്തത് ഗുരുവായൂർ സത്യാഗ്രഹം, ലാസ്റ്റ് നിവർത്തന പ്രക്ഷോഭം. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകന്മാരും അവർ സ്ഥാപിച്ച സംഘടനകളുമാണ് കൊടുത്തിരിക്കുന്നത്. അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയേത്? വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. TK മാധവൻ നേതൃത്വം നൽകി. AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ഇതിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. TK മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26.
6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 2022 86 ഭരണഘടനാ ഭേദഗതി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം. സ്വത്തവകാശം ഇപ്പോൾ മൗലികാവകാശമല്ല, അതൊരു നിയമ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ബ്രിട്ടൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ബ്രിട്ടൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി ആയിരുന്ന മലയാളി. ശരിയായ പ്രസ്താവനയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു VP മേനോൻ. അടുത്ത പ്രസ്താവനയാണ്: ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായിരുന്ന അംഗമായിരുന്നു KM പണിക്കർ. VP മേനോനല്ല, KM പണിക്കർ. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് VP മേനോനാണ്. 1952 ആസാമിൽ ഗവർണറായി ചുമതലയേറ്റു. 1951 ആസാമിലല്ല, ഒഡീഷയിൽ ഗവർണറായി ചുമതലയേറ്റിരുന്നു. 1951 ഒഡീഷയിലെ ഗവർണറായിരുന്നു VP മേനോൻ. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകളായിരുന്നു Bയും Dയും. അപ്പോൾ ശരിയായ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ്: സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഈ രണ്ട് പ്രസ്താവനകളാണ് VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ഗോവ. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ വിദേശ ശക്തിയാണ്, യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആര്? വിക്രം സാരാഭായ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പിയാണ് വിക്രം സാരാഭായ്. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? റഷ്യ. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? റഷ്യ. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു സുസ്ഥിര വികസനം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. ഈ പറഞ്ഞവയെല്ലാം സഞ്ജയ എന്ന ഗവേണൻസ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി? സേഫ് കേരള. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ.
താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന നദികളിൽ നർമ്മദയും താപ്തിയും മാത്രമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ. നർമ്മദ, താപ്തി എന്നീ നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ. ചന്ദ്രയാൻ 1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് ഡോക്ടർ പി വീരമുത്തുവേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. നീർവാർച്ചയുള്ള മണ്ണ്. കേരളത്തിലെ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് നീർവാർച്ചയുള്ള മണ്ണാണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ആന്ധ്രാപ്രദേശ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും തന്നെ ഇല്ല. കാരണം ഫസ്റ്റ് പ്രസ്താവന മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവം. ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ് ഗംഗ നദി ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്നു. അറബിക്കടലിലല്ല, ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത്. 2900 കിലോമീറ്റർ നീളം. 2525 കിലോമീറ്ററാണ് ഗംഗയുടെ നീളം. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണെന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഗാംഗ്ടോക്ക് എന്നത് സിക്കിമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഒരു സിറ്റിയാണ് ഗാംഗ്ടോക്ക്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഫെർട്ടിഗേഷൻ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? പെരിയാർ. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നുള്ളതാണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിച്ചത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടന 2023 ചെറുധാന്യ വർഷമായി ആചരിക്കുന്നു. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്ന പുഴകളിൽ മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ എന്നിവയെല്ലാം പെരിയാറിൻ്റെ പോഷക നദികളാണ്. അതിൽ തൊടുപുഴയാറ് മൂവാറ്റുപുഴയുടെ പോഷക നദിയാണ്. ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് തന്നിരിക്കുന്നത്. അതിൽ നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ. കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിൽ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചെടുത്തതിനാണ് 2023 വൈദ്യശാസ്ത്ര നോബൽ ഡോക്ടർ ഡ്രൂ വൈസ്മാനും ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കും നോബൽ സമ്മാനം ലഭിച്ചത്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. 1978 ഇത് നിലവിൽ വന്നത്. ഇതിലെ പ്രധാന സംരക്ഷണ ജീവി വരയാടുകളാണ്. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1, 2,
3 ആണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇരവികുളം ദേശീയോദ്യാനവുമായി തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? പോത്തുകൽ. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെ? പള്ളിവാസലും ചെങ്കുളവുമാണ് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത നിലയങ്ങൾ. കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് മാത്രമാണ് കേരളത്തിലെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം? തമിഴ്നാട്. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സുന്ദർവൻ ഡെൽറ്റ. താഴെ എഴുതിയവയിൽ ശരിയായ ജോഡിയാണ് സുന്ദർവൻ ഡെൽറ്റ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? തിരൂർ, ബേപ്പൂർ. തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി പാത. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ 3 രാജ്യങ്ങളും കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. UK, ഇന്ത്യ, കെനിയ എന്നീ 3 രാജ്യങ്ങളും കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ നൈട്രജൻ. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് നൈട്രജൻ. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അഥവാ വൈറ്റമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. വൈറ്റമിൻ ജീവകം D കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.